നമസ്കാരം. അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ വിവാദ വിഷയമാണ് സംസാരിക്കുന്നത്. അഭയ കേസ്. ലോകമെങ്ങുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവർ ഉറ്റുനോക്കുന്ന വിധി നാളെയാണ്. 2 പ്രതികൾ, ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും. അപ്പോൾ അഭയയ്ക്ക് നീതി കിട്ടുമോ എന്ന് ചോദിച്ചാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കത്തോലിക്കാ സഭയ്ക്ക് നീതി കിട്ടുമോ? പിന്നെ പുരോഹിതനായതുകൊണ്ടും കന്യാസ്ത്രീ ആയതുകൊണ്ടും അവർക്ക് നീതി കിട്ടാതിരിക്കുമോ? അതോ എല്ലാവർക്കും കിട്ടുന്ന നീതി അവർക്ക് കിട്ടാതിരിക്കുമോ? ഇനി അവർ പുരോഹിതനും കന്യാസ്ത്രീയുമായി പോയതുകൊണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും എല്ലാവർക്കും നീതി കിട്ടട്ടെ. അഭയയ്ക്ക് മാത്രമല്ല, കത്തോലിക്കാ സഭയ്ക്കും കത്തോലിക്ക വിശ്വാസികൾക്കും, എന്നെപ്പോലെയുള്ള വിശ്വാസികൾക്കും, പിന്നെ ഞങ്ങളുമൊക്കെ 28 വർഷമായിട്ട് വേദനിക്കുന്ന ഒരു കാര്യമാണ്, അപഹസിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് കത്തോലിക്ക സഭയെയും മൊത്തത്തിൽ ക്രിസ്ത്യാനികളെയും നാണം കെടുത്തുന്ന ഒരു കാര്യമായി പോയി. അപ്പൊ അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുമെങ്കിൽ തിരക്കേടില്ല. അതില് പറയാനുള്ള ഒരു കാര്യം, ഇനിയിപ്പം വിധി എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്കറിയാം, ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് ജനങ്ങളുടെ ആദരം ഏറ്റുവാങ്ങുന്ന ഒരാള്, അവർക്ക് മാനക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മരണത്തേക്കാൾ കഷ്ടമാണ് എന്നാണ് ഗീതയിൽ പറയുന്നത്. വളരെ കറക്റ്റാണ്. ആ അർത്ഥത്തില് സിസ്റ്റർ സെഫിയും ഫാദർ കോട്ടൂരും അതുപോലെ തന്നെ കത്തോലിക്ക സഭയൊക്കെ പലവട്ടം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പം ഇതിൽ കൂടുതൽ മാനക്കേടൊന്നും ഉണ്ടാകാനായിട്ടൊന്നുമില്ല. വിധി അനുകൂലമായാലും പ്രതികൂലമായാലും ഒന്നും സംഭവിക്കാനില്ല. നമുക്കറിയാം, ആ വിധി ഇവര് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ, അല്ലെ ശിക്ഷ വിധിച്ചാൽ കൂടി അതിന്റെ അപ്പീല് പോകും, അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. അങ്ങനെയല്ലാതെ പെട്ടെന്ന് ഒന്നും സംഭവിക്കാനില്ല ആ തലത്തില്. ഈ ശിക്ഷ സംബന്ധിച്ച് നേരെ മറിച്ച് അതിന്റെ ഉണ്ടായ മാനക്കേടും അപമാനവും, ആ ഓരോ തവണയും ഇത് പരാമർശിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ മാനക്കേട്, അന്നേരത്തെ ആ മരണം, അത് പലവട്ടം അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ കേരളത്തിലെ കത്തോലിക്ക സഭ, ക്രൈസ്തവ സഭകള്, ക്രൈസ്തവ വിശ്വാസികള് ഒക്കെ അത് അനുഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. നാളെ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അതില് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ പുലർച്ചെ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പുലർച്ചെ വെള്ളം കുടിക്കാനോ മറ്റോ എണീറ്റ് വന്നപ്പോൾ അവിടെ അവിഹിതം നടക്കുന്ന കണ്ടു. അന്നേരം അവരെ തലക്കടിച്ചു കൊന്നു എന്നാണ് ആരോപണം, എന്നാണ് കേസ്. ഈ പുലർച്ചെയൊക്കെ വ്യഭിചാരം ചെയ്യാനായിട്ട് പുലർച്ചെയൊക്കെ ആളുകൾ പോകുമോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നേരം വെളുക്കാറാകുമ്പോഴാണോ ഈ വ്യഭിചരിക്കാനൊക്കെ പോകുന്നത്? സാമാന്യ നിലയിൽ അവർ രാത്രിയിലും അർദ്ധരാത്രിയിലും അങ്ങനെയൊക്കെയുള്ള നല്ല സൗകര്യമുള്ള സമയങ്ങളിലൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നതും പോകുന്നതും. എന്തായാലും അത് നമുക്ക് നാളെ കോടതി വിധി എന്താണെന്ന് കേട്ട് മനസ്സിലാക്കാം, കേൾക്കുമ്പോൾ അറിയാം. ഇതില് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത, ഈ കർത്താവിന്റെ മണവാട്ടിമാർ, ആ വൃത്തികെട്ട ഒരു വാക്ക്, മണവാട്ടി, കർത്താവിന്റെ മണവാട്ടി, തേങ്ങാ കൊല, ഇത്രയും വൃത്തികെട്ട ഒരു വാക്ക് കേൾക്കാനേ ഇല്ല. കർത്താവിന് എന്തിനാ മണവാട്ടി? കർത്താവ് മണവാട്ടിമാരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ്. ഈ ഒരാള് സന്യാസിയാകുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും, അത് അവരുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഭക്തി കൊണ്ട്, അവരുടെ വിശ്വാസം കൊണ്ട്, അവരുടെ ആത്മീയതയ്ക്കായി. അല്ലാതെ അതിൽ കർത്താവിന് എന്താ കാര്യം ഇരിക്കുന്നത്? കർത്താവിന്റെ മണവാട്ടി, ആ വൃത്തികെട്ട പദം ആദ്യമേ തന്നെ കേരളത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമില്ല, വൃത്തികെട്ട, നാണം കെട്ട ഒരു പദം. എന്തായാലും ഈ അഭയെപ്പോലെ ഒരു ചെറുപ്പക്കാരി, 21 വയസ്സുള്ള ഒരു സ്ത്രീ, സന്യാസ ജീവിതത്തിന് വേണ്ടി ചെന്ന ഒരു സ്ത്രീ ഇങ്ങനെ അപമൃത്യുവിന് വരെയായി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ്. അതും ഏറ്റവും സുരക്ഷിതമായിരിക്കേണ്ടതെന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ഥലത്ത്, കന്യാസ്ത്രീ മഠം അല്ലെങ്കിൽ പള്ളി, സ്കൂള്, ഇതൊക്കെ വളരെ പവിത്രവും വളരെ സുരക്ഷിതവുമായ സ്ഥലങ്ങളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഖേദകരവും സങ്കടകരവുമായ കാര്യമാണ്. ഇതില് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 28 വർഷം മുമ്പാണ് ഇത് നടന്നത്. ഇന്നാണെങ്കിലോ, ഇന്നിങ്ങനെ ഒരു ആരോപണം ഉണ്ടായാലോ, ഇന്ന് സഭ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വൈദികനെയോ അല്ലെ കന്യാസ്ത്രീയോ ഒന്നും സംരക്ഷിക്കാൻ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയിലൊന്നും തീരെയില്ല. അമേരിക്കയിൽ ഇങ്ങനെ ഒരു വൈദികനെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അന്നേരം അവരെ ആ ഡയോസിസ് അയാളെ കൈയൊഴിഞ്ഞു. അയാൾ സ്വന്തം ബാധിച്ചോണം, സ്വന്തം കേസ് നടത്തിക്കോണം. അവര് ഈ രൂപതയൊന്നും കണ്ടമട്ട് തന്നെ നടിക്കില്ല. അപ്പൊ 28 വർഷം മുമ്പത്തെ ആ കാലഘട്ടത്തിൽ അന്ന് കത്തോലിക്ക സഭയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രാധാന്യം, ആ പ്രാധാന്യമല്ല ഇന്ന് കൈമോശം വന്നു പോയി. ആ ഒരു ആത്മീയമായ ഉന്നതി ഇന്ന് കൈമോശം വന്നു പോയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ വിശുദ്ധമാകപ്പെടേണ്ടതുണ്ട് സഭയും വിശ്വാസവും. തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പുതിയതിലൂടെ സഭ പുതിയ
പുതിയ നന്മകൾ ആർജിച്ചെടുക്കുവാനാണ് നോക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത് കത്തോലിക്ക ആരോപണങ്ങളെല്ലാം കത്തോലിക്ക സഭയ്ക്കെതിരായതുകൊണ്ട് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അത് കത്തോലിക്കർ തന്നെയാണ് ഇത് പൊക്കിക്കൊണ്ടുവന്നത്. ജോമോൻ കളപ്പുരയ്ക്കലും ഒക്കെ അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ വേറൊരു സഭയിൽ നമുക്കറിയാം, വേറെയും ചില മഠങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രൊഫസർ ദീപാ നിശാന്ത് ഒക്കെ പറയുന്ന പോലെ അത് വേറൊരു മരണമായിട്ട്, പല മരണങ്ങളിൽ ഒന്നായിട്ടത് അന്വേഷിക്കാതെ അങ്ങ് പോകും. അത് പറയുന്നത് പോലെ അങ്ങ് പോകും. വലിയ അന്വേഷണങ്ങളോ ഒന്നും നടക്കുകയില്ല. നേരെ മറിച്ച് ഇപ്പൊ കത്തോലിക്ക സഭയ്ക്കെതിരെ വരുമ്പോൾ അന്വേഷണം നടക്കും. അന്വേഷണം നടക്കാനായിട്ട് സഭയ്ക്കുള്ളിൽ സഭയുടെ ആളുകൾ തന്നെ അതിനു വേണ്ടിയിട്ട് രംഗത്തിറങ്ങും. അതിന് ആരും എതിർക്കാറുമില്ല. ഈ മറ്റ് സഭകളിലോ അല്ലെ മറ്റ് സഭകളിലല്ല, മറ്റ് മതവിശ്വാസങ്ങളിലോ ഒക്കെ ആണെങ്കിൽ ഈ അന്വേഷണം വേണമെന്നും പറഞ്ഞൊക്കെ പുറകെ നടക്കുന്നവര് അവർക്ക് എന്താ സംഭവിക്കാന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു അസഹിഷ്ണുതയുടെ കാലമാണ് നമ്മൾ കേരളത്തിലൊക്കെ കാണുന്നത്. എന്തായാലും തടി കേടാകാതെ ആരോപണം ഉന്നയിക്കാനും ആക്ഷേപം ഉന്നയിക്കാനും പറ്റുന്ന ചില പ്രസ്ഥാനങ്ങളാണ് ഈ കത്തോലിക്ക സഭ പോലുള്ള കാര്യങ്ങൾ. അപ്പൊ അത് അങ്ങനെ തന്നെ വേണം താനും. തീർച്ചയായിട്ടും അതാണല്ലോ. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് നമ്മളെ അത് ബാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ മറ്റുള്ളവരുടെ ഏത് ആക്ഷേപവും നമ്മളെ അത് ബാധിക്കില്ല. അത് ചേമ്പിലയിൽ വീഴുന്ന വെള്ളം പോലെ തെറിച്ചു പോവുകയുള്ളൂ. അപ്പൊ ആ അർത്ഥത്തില് ആക്ഷേപങ്ങളെ നേരിടാനായിട്ട് സഭ എപ്പോഴും സന്നദ്ധമാണ്. ആ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക, തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുക, അത് മാറ്റുക, അതിൽ നിന്ന് പാഠം പഠിക്കുക. തീർച്ചയായിട്ടും കത്തോലിക്ക സഭയെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, പുരോഹിതർക്കും ബിഷപ്പിനും പുരോഹിതർക്കും ഒക്കെയാണ് ഏറ്റവും വലിയ പ്രാധാന്യമോട്. അപ്പൊ അവരുടെ കയ്യിലാണ് സഭ ഇരിക്കുന്നത്. അങ്ങനെയല്ല എന്ന് ഇപ്പം വിശ്വാസികളായ എന്നെ പോലുള്ള വിശ്വാസികൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാലും അതാണ് സത്യം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തുനിന്ന് പിന്നീട് ഈ സഭയ്ക്ക് ഈ അഭയക്കേസ് ഉണ്ടായതിനു ശേഷം പിന്നെയും പല പല സംഭവങ്ങൾ ഉണ്ടായി. എന്താ ചില ബിഷപ്പിന് കാനഡയിലൊക്കെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഭൂമി കച്ചവടം, മറ്റ് പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒന്നല്ലെങ്കിൽ വേറൊന്ന് വീതം ഓരോരോ പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന്, ഈ അഭയക്കേസ് പോലുള്ള ഇതിൽ നിന്ന് ഒക്കെ പാഠം പഠിക്കുകയും സഭ വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് വരേണ്ടിയിരിക്കുന്നത്. കാരണം ഈ കച്ചവടത്തിന്റെയും ആളുകളിൽ നിന്ന് കോഴ വാങ്ങി പൈസ പോക്കറ്റിടുന്ന ആ ഒരു സമ്പ്രദായം, അതിന് കണക്കില്ലാതെ വരിക, അല്ലെങ്കിൽ തോന്നിയ പോലെ ചെലവഴിക്കാൻ കഴിയുക, ആ ഒരു സംവിധാനത്തിനൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അത് സഭയിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. ഈ ചർച്ച് ആക്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ബഹളം വെക്കുന്നുണ്ടെങ്കിലും അത് വേറെ കുറെ പേർക്ക് വന്ന് ഇത് കട്ടുമുടിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. ഈ ചർച്ച് ആക്ട് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോഴ് കത്തനാരും ബിഷപ്പും ഒക്കെ മാത്രമാണ് കക്കുന്നതും മോഷ്ടിക്കുന്നതും. ഇനി ചർച്ച് ആക്ട് ഒക്കെ വന്നാൽ വേറെ നാട്ടുകാർ മുഴുവൻ വന്ന് മോഷ്ടിക്കുന്ന ഒരു അവസ്ഥ വരും. എന്തായാലും അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു സ്വകാര്യ സ്ഥാപനം ആ സ്വകാര്യമായുള്ള രീതിയിൽ തന്നെ അവരുടെ ചട്ടക്കൂടിൽ തന്നെ നടന്നു പോവുകയാണ് വേണ്ടത്. ഈ അഭയക്കേസിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതില് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച ആത്മഹത്യയാണെന്ന് പറഞ്ഞു. പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ആത്മഹത്യയാണെന്ന് പറഞ്ഞു. പിന്നീട് CBIക്ക് വിട്ടത് കരുണാകരനാണ്, CBI അന്വേഷണത്തിന് വിട്ടത്. അപ്പം സഭ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ അന്ന് കരുണാകരനെയൊക്കെ സ്വാധീനിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ലായിരുന്നു. 994 ആ കാലഘട്ടത്തില്. അപ്പം കരുണാകരൻ CBIക്ക് അന്വേഷണത്തിന് വിട്ടു. അന്വേഷണത്തിന് ശേഷം ആദ്യം ആ വർഗീസ് പി തോമസ് രാജിവെച്ചു. അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥൻ ആത്മഹത്യയാണെന്ന്, കൊലപാതകമാണെന്ന് ഇദ്ദേഹം കണ്ടെത്തി. പക്ഷേ അത് ആത്മഹത്യയാണെന്ന് എഴുതിയില്ല എന്ന് പറഞ്ഞ് മേലുദ്യോഗസ്ഥൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹം രാജിവെക്കുന്നത്. പിന്നീട് ഇത് കൊലപാതകമാണെന്നുള്ള രീതിയിൽ CBI പിന്നെയും അന്വേഷിച്ചു. 3 തവണയോ മറ്റോ കോടതിയിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തു. ഞങ്ങൾ പലവട്ടം അന്വേഷിച്ചിട്ടും ഇത് കൊലപാതകം തന്നെ, പക്ഷെ പ്രതികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് 3 വട്ടം കോടതിയിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തു. 3 വട്ടവും കോടതി പറഞ്ഞു വീണ്ടും അന്വേഷിക്കണമെന്ന്. അങ്ങനെ കോടതിയുടെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് പിന്നെയും അന്വേഷണം ഇങ്ങോട്ട് നീണ്ടു പോയത്. ഒടുവിലേതായാലും ഈ കന്യാസ്ത്രീ 2 വൈദികരെയും കന്യാസ്ത്രീയും അറസ്റ്റ് ചെയ്തു. പിന്നീട് അവരെ നാർക്കോ പരിശോധനയ്ക്ക് വിധേയരാക്കി. നാർക്കോ പരിശോധന ഒക്കെ ലീഗലാണോ എന്ന് പോലും സന്ദേഹപ്പെടേണ്ട കാര്യമാണ്. നമുക്കെതിരെ നമ്മൾ തന്നെ തെളിവ് കൊടുക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും. അത് ഈ നിയമം അനുസരിച്ച് നിയമത്തിൽ പറയുന്ന 2 കാര്യങ്ങൾ, നിയമം പഠിക്കുമ്പോഴൊക്കെ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കെതിരെ തന്നെ നമ്മൾ തന്നെ തെളിവ് കൊടുക്കേണ്ട ഒരു അവസ്ഥ. അത് ഒരിക്കലും ശരിയല്ല, അത് ഒരിക്കലും ലീഗലല്ല. അത് നമുക്ക് മിണ്ടാതിരിക്കാം. അമേരിക്കയിലൊക്കെ അതാണ് ആ മിറാൻഡ നിയമമൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വേണേൽ മിണ്ടാതിരിക്കാം. മിണ്ടിയാൽ നിങ്ങൾ വല്ലതും പറഞ്ഞാൽ അത് നിങ്ങൾക്കെതിരെ ചിലപ്പം ഉപയോഗിച്ചു വന്നിരിക്കും.
അപ്പൊ മിണ്ടാതിരിക്കാം. അതുപോലെ തന്നെയാണ് മറ്റത് ഒരു ഒരു തവണ ശിക്ഷിക്കപ്പെട്ടാൽ പിന്നീട് ശിക്ഷിക്കില്ല, അതേ കുറ്റത്തിന് പിന്നെ ശിക്ഷിക്കത്തില്ല. അതെനിക്ക് പലപ്പോഴും ഈ മതവിഭാഗങ്ങളിലെ ചില നിയമങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്കത് ചിരിയോടുകൂടി ഞാൻ ഓർക്കാറുണ്ട്. ചില മതങ്ങൾ പറയുന്നുണ്ട്, ഇന്ന കുറ്റത്തിന് നിങ്ങൾ ഇപ്പം വ്യഭിചാരത്തിന് നിങ്ങൾ കല്ലെറിഞ്ഞു കൊന്നോളാൻ പറയും. അപ്പൊ അങ്ങനെ കല്ലെറിഞ്ഞു കൊന്നോളാൻ ഒരു സഭ പിന്നെ അല്ലെങ്കിൽ ഒരു മതം പറയുന്നു, അല്ലെങ്കിൽ കൈവെട്ടിക്കോളാൻ പറയുന്നു. അപ്പം ഇവിടെ കൈവെട്ടി അല്ലെങ്കിൽ പിന്നെ തലവെട്ടി. അപ്പൊ ഇവര് മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, മരിച്ച് പരലോകത്ത് ചെന്ന് കഴിഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും? അവർക്ക് വീണ്ടും ശിക്ഷ കിട്ടുമോ? ദൈവം പറഞ്ഞിട്ടാണ് ഇവിടെ തലവെട്ടിയത് അല്ലെങ്കിൽ കൈവെട്ടിയത്. അവിടെ പരലോകത്ത് ചെല്ലുമ്പോഴും വീണ്ടും ഒരു ശിക്ഷ ഉണ്ടാകുമോ? ഒരേ കാര്യത്തിന് തന്നെ വീണ്ടും ശിക്ഷ കിട്ടുമോ? എന്തായാലും അതൊരു ഒരു പ്രഹേളികയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഈ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ശിക്ഷ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 3 വട്ടം CBI ഇവര് പിന്നെ കുറ്റവാളികൾ ആരെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും കോടതിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കോടതി വീണ്ടും പിന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ആ അന്വേഷണത്തിലാണ് ഇവർക്ക് പിന്നെ ഫാദർ പുതുർക്കയെ ഒഴിവാക്കി കുറ്റവിമുക്തനാക്കി പിന്നീട് 2 പേരാണ് അവശേഷിക്കുന്നത്. അതില് അടയ്ക്ക രാജു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഒരു ചെറുകിട മോഷ്ടാവോ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒക്കെ മൊഴികളൊക്കെ ആണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഇതെല്ലാം നടക്കുന്ന ഈ പുലർച്ചെ 5 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ അങ്ങനെയൊക്കെയുള്ള ആ സമയങ്ങളിലാണെന്നുള്ളതാണ് ഒരു പിന്നെ ഒരു ഒരു ആക്ഷേപമായിട്ട് പിന്നെ തോന്നിയിരിക്കുന്നത്, ഒരു സന്ദേഹമായിട്ട് തോന്നിയിരിക്കുന്നത്. രാത്രി ഒരു 12 മണിക്ക് 2 മണിക്ക് നടന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു വിശ്വാസ്യത കൂടിയേനെയും. കാരണം ആ സമയത്തൊക്കെയാണ് മനുഷ്യർ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ ആവേശവും താല്പര്യവും ഒക്കെ തോന്നുന്ന കാലം. പിന്നെ രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആളുകൾ പിന്നെ ഉണർന്നെണീക്കുന്ന സമയമാണ്. പലരും താല്പര്യമുള്ള ആളുകൾ പഠിക്കാനായിട്ടാണെങ്കിൽ അല്ലെ മറ്റു കാര്യങ്ങൾക്കായാലും. എന്തായാലും ഇതിന്റെ ഒരു വിധി നാളെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അനുകൂലമായാലും പ്രതികൂലമായാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ മാനക്കേടിലൂടെയുള്ള മരണം പലവട്ടം സംഭവിച്ചു കഴിഞ്ഞതാണ് ഇവർക്കെല്ലാവർക്കും, സഭയ്ക്കടക്കം. അപ്പൊ പിന്നെ ഇനിയിപ്പം അഡീഷണൽ ആയിട്ട് ഒന്നും സംഭവിക്കാനില്ല. ഇവര് കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ കുറ്റക്കാരാണ്, പിന്നെ അപ്പീലായി അങ്ങനെ അങ്ങ് നീണ്ടു പോകാവുന്നേ ഉള്ളൂ. എന്തായാലും അതിനൊരു അവസാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ സഭ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ കുറ്റവാളികൾ ആരെങ്കിലും കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു പുരോഹിതനോ കന്യാസ്ത്രീയോ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ, അതാ അമേരിക്കൻ സിസ്റ്റം തന്നെ നമ്മുടെ സഭയിലും കേരളത്തിലെ സഭകളിലും അത് തന്നെ പറയണം. അതായത് വൈദികൻ കുറ്റം ചെയ്തുവെങ്കിൽ കുറ്റം ചെയ്യുകയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പം വൈദികനായതുകൊണ്ട് കുറ്റം ചെയ്യാൻ പാടില്ല, കുറ്റം ചെയ്തുകൂടാ, കുറ്റം ചെയ്യില്ല എന്നൊന്നും യാതൊരു ഉറപ്പുമില്ല. ചെയ്തുവെങ്കിൽ ആ നിയമം അനുസരിച്ച് അവരെ പിന്നെ പിടിച്ചോണ്ട് പോകട്ടെ, നിയമം അനുസരിച്ച് അവർ ശിക്ഷിക്കപ്പെടട്ടെ, അതനുസരിച്ച്. എന്നല്ലാതെ സഭ അതിലൊരു ആക്റ്റീവായിട്ട് അതിന്റെ ഒരു പങ്കാളിയായി മാറുന്ന ഒരു അവസ്ഥയുടെ ഒരു ആവശ്യവുമില്ല. ഇവരെ വേണമെങ്കിൽ സഹായിക്കാം തീർച്ചയായിട്ടും. നമ്മുടെ കൂടെ ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഒരാളൊരു അപകടത്തിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കുക എന്നുള്ളത് അതാണല്ലോ മനുഷ്യത്വവും മാനുഷികമായിട്ടുള്ള നമ്മുടെ ഒരു കടമയും. അപ്പൊ അത് പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് സഭ തന്നെ അതിൽ ഇൻവോൾവ്ഡ് ആകുന്നു എന്നുള്ളൊരു ചിന്ത, ഒരു ധാരണ പുറത്ത് ഉണ്ടാക്കുന്നത് ഒരിക്കലും ശരിയല്ല. അവര് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ, ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. ഇപ്പൊ ഫ്രാങ്കോയുടെ കേസിലൊക്കെയാണ് കാണുന്നതാണ്. ഇത്രയും ഗുരുതരമായ ആരോപണം അങ്ങേര് കേസിനെ നേരിടുകയാണ്, എന്നിട്ടും അങ്ങേര് മെത്രാനായിട്ടാണ് ഈ പോകുന്നത്. അത് എന്തോ ഒരു നാണംകെട്ട ഒരു കാര്യമാണ്. സഭയിൽ ഈ ആരോപണം, ഈ കേസൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരട്ടെ, അതുവരെ മാറ്റി നിർത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളില് ഈ സഭ പഠിക്കേണ്ടിയിരിക്കുന്നു, സഭ മാറേണ്ടിയിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള വിശ്വാസികൾ, വേദനിക്കുന്ന വിശ്വാസികൾ ധാരാളമുണ്ട് എന്ന് സഭ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അധികാര സ്ഥാനങ്ങളിലുള്ളവര്. കാരണം പണ്ടൊക്കെ നമുക്കറിയാം, ഈ പിന്നെ വൈദികരൊക്കെ ക്ലർക്സ് എന്നാണ് പറയുന്നത്. ക്ലറിക്കൽ, അതായത് ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ ലേണഡ് മെൻ. അവർ വിവരമുള്ള ആളുകളായിരുന്നു. അന്ന് ആളുകൾക്ക് വിവരമില്ലായിരുന്നു, വായിക്കാനും പഠിക്കാനും ഒന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ബൈബിളൊന്നും വായിക്കാൻ പാടില്ലായിരുന്നു സാധാരണക്കാര്. ഇന്നതല്ല, ഇന്ന് വൈദികർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് സാധാരണ ആളുകളും. അപ്പൊ അവരെ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ തെറ്റിദ്ധരിപ്പിക്കാനോ ഒന്നും ആർക്കും ആവില്ല. അപ്പൊ നേരെ മറിച്ച് വിശുദ്ധമായി ജീവിക്കുന്ന വൈദികര് അല്ലെങ്കിൽ കന്യാസ്ത്രീകള് അവര് ഇമ്മീഡിയറ്റ്ലി ജനങ്ങളുടെ ആദരം പിടിച്ചു പറ്റുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ചൊരു പിന്നെ അവർക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ആ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് സഭയും പിന്നെ സന്യസ്തരും പിന്നെ വൈദികരും ഒക്കെ തിരിച്ചു പോവുകയാണ് വേണ്ടത്. അതാണ് ഈ അഭയക്കേസ് നമ്മെ പഠിപ്പിക്കുന്നത്.
അഭയ കേസിൽ നിന്നുള്ള അനുഭവങ്ങൾ ഏതായാലും ഈ 28 വർഷത്തെ ആക്ഷേപങ്ങളിൽ നിന്ന് സഭ കൂടുതൽ പാഠങ്ങൾ പഠിക്കാനായിട്ട് കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വിധി എന്താണെന്ന് നാളെ അറിയാം. അതുവരെ കാത്തിരിക്കാം. നമ്മുടെ ജഡ്ജ്മെന്റ് ആയിരിക്കില്ല, കോടതി കാണുന്നത് വേറൊന്നായിരിക്കാം, കോടതിയുടെ ന്യായങ്ങളും വേറൊന്നായിരിക്കാം. എന്തായാലും അതെന്താണെന്ന് നമുക്ക് നാളെ വ്യക്തമാകും. അതുവരെ കാത്തിരിക്കാം. ഇനി ഇവിടുത്തെ ചില ആനുകാലിക വിഷയങ്ങൾ, അമേരിക്കയിലെ ചില ആനുകാലിക വിഷയങ്ങൾ, ഇത്രയൊക്കെ ആയിട്ടും പ്രസിഡന്റ് ട്രംപ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പെൻസിൽവേനിയയിലെ ഇലക്ഷൻ റദ്ദാക്കണം, അവിടുത്തെ മെയിലിൻ ബാലറ്റൊക്കെ റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രസിഡന്റിന് വേണ്ടി ജൂലിയാനി കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. ഹർജി കൊടുക്കുക മാത്രമല്ല, ഒരു 3-4 ദിവസത്തിനകം, അതായത് ഈ ആഴ്ച തന്നെ, ക്രിസ്മസിന് മുമ്പ് തന്നെ ഒരു തീരുമാനം വേണം. കാരണം ജനുവരി 6-ന് കോൺഗ്രസിന്റെ 2 സെനറ്റും ഹൗസും കൂടി സമ്മേളിക്കുകയാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനായിട്ട്, പ്രസിഡന്റ് അംഗീകാരം കൊടുക്കാനായിട്ട്. അപ്പൊ അതിനു മുമ്പേ വേണം ഇത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനം വരണമെന്നാണ് പറയുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന സുപ്രീം കോടതി മിക്കവാറും ഇതും സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇതോടുകൂടിയൊക്കെ തന്നെ ഈ ക്രിസ്മസിന് മുമ്പ് തന്നെ ഈ ലീഗൽ ഫൈറ്റ് അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ഇനി രണ്ടാമത്തെ ഒരു നല്ലൊരു കാര്യം, ഈ കോൺഗ്രസിൽ പാസ്സാക്കിയില്ലെങ്കിലും രണ്ട് പാർട്ടികളും തമ്മിൽ യോജിപ്പായിരിക്കുന്നു. ഈ സ്റ്റിമുലസ് ചെക്കും എക്കോണമിക്ക് വേണ്ടി എക്കോണമിയെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു പാക്കേജ്, അത് 900 ബില്യന്റെ ആ പാക്കേജ് തീരുമാനമായിട്ടുണ്ട്. അതില് സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക്, ഓരോ ആൾക്കും, ഓരോ അമേരിക്കയിലെ പൗരന്മാർക്കും, ഗ്രീൻ കാർഡ് ഉള്ളവർക്കും, അതുപോലെ അർഹരായിട്ടുള്ള എല്ലാവർക്കും $600, നേരത്തെ 1200 കിട്ടിയതാണ്, അതിന്റെ പകുതിയേ ഉള്ളൂ ഇപ്രാവശ്യം. കുട്ടികൾക്കും 600 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു 4-അംഗ ഫാമിലി, ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ഉണ്ടെങ്കിൽ അവർക്ക് $2400 കിട്ടും. അതിപ്പം ഒരാഴ്ച 2ആഴ്ചക്കുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുള്ളവർ അത് അതിന്റെ ഇന്ന് വൈകിട്ടത്തോടെ അത് പാസ്സാക്കാനാണ് സാധ്യത. കാരണം അതിന് തർക്കമൊന്നുമില്ല, കാരണം അവർ കരാറിൽ എത്തിക്കഴിഞ്ഞതാണ്. പിന്നീട് ഈ തൊഴിലില്ലായ്മ വേതനമാണെങ്കിലും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു, ജൂലൈ വരെ ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ അത് വീണ്ടും ഫെഡറൽ തൊഴിലില്ലായ്മ വേതനം കിട്ടുന്നവർക്ക് ഫെഡറൽ ഗവൺമെന്റിന്റെ വക $300 കൂടി, ആഴ്ചയിൽ ഒരു $300 കൂടി അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. നേരത്തെ 600 കിട്ടിക്കൊണ്ടിരുന്നത്, 300 കൂടി കിട്ടും. അതും ഒരു 14 ആഴ്ച തുടരും, മാർച്ച് 14 വരെ തുടരും. അങ്ങനെ പിന്നെ ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക്, വ്യവസായങ്ങൾക്കും അതുപോലെ ഉള്ള സ്ഥാപനങ്ങൾക്കും ഉള്ള പേച്ചെക്ക് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം അത് തിരിച്ചു വരുന്നു. അപ്പൊ അങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് കുറെ പണം കൂടി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ എക്കോണമിക്ക് അതനുസരിച്ചുള്ള മെച്ചം വരും. ആളുകൾക്ക് ഒട്ടേറെ മെച്ചമുണ്ടാകുന്ന കാര്യങ്ങളാണ്. റെന്റ് കൊടുക്കുന്നതിനും ഒക്കെ ഒരു സാവകാശം കിട്ടുന്നു. അതുപോലെ തന്നെ റെന്റ് കൊടുക്കാനും മറ്റുള്ള സഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ഈ ബില്ലിലുണ്ട്. അതുപോലെ സ്റ്റുഡന്റ് ലോണിലും വ്യക്തമായിട്ടുള്ള പ്രൊവിഷൻസ് വന്നിട്ടില്ല. പക്ഷെ സ്റ്റുഡന്റ് ലോണിനും ഒക്കെ പലിശ നിരക്ക് ഇളവ് ചെയ്യുകയും പലവിധ ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് സ്റ്റുഡന്റ് ലോണും മറ്റും ബൈഡൻ പ്രസിഡന്റായി കഴിയുമ്പോൾ സ്റ്റുഡന്റ് ലോണും മറ്റും നല്ലൊരു പങ്ക് എഴുതിത്തള്ളുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ട്. അപ്പം ഒരുപാട് പേർക്ക് പ്രതീക്ഷകളുടെ ഒരു കാലമാണ് ഈ ക്രിസ്മസ്. ഈ ക്രിസ്മസിന് നമ്മൾ നിരാശപ്പെടേണ്ടതല്ല. ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ വരികയാണെന്നുള്ള ഒരു സന്തോഷം തീർച്ചയായിട്ടുമുണ്ട്. അതിന് പുറമെ ഈ കാലം, ഈ വർഷം കടന്നു പോവുകയാണ്. ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയറിന് ഏതാനും ദിവസമേ ഉള്ളൂ. അപ്പം ഈ കാലം, ഈ വർഷം കടന്നു പോവുകയാണ്. ഈ വർഷം കടന്നു പോകുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ മഹാമാരിയും ഏറ്റവും വലിയ ദുരന്തവും ഇപ്പോഴും വിതച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി ഏറ്റവും വലിയ വിജയവും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫൈസർ വാക്സിൻ കൊടുത്തു തുടങ്ങി. ഇന്നു മുതൽ മൊഡേണയുടെ വാക്സിൻ ഇന്നു മുതൽ കൊടുത്തു തുടങ്ങുന്നു. ഇനി ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിൻ അടുത്ത മാസം വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വാക്സിനുകൾ എല്ലാ ഭാഗത്തും എത്തിത്തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അത് ആളുകൾക്ക് കിട്ടുന്നത് 1 മാസം 2 മാസം അല്ലെ 3 മാസത്തിനുള്ളിൽ ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം കിട്ടുന്ന ഒരു സ്ഥിതി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നമുക്ക് ഏറെ സാധ്യതകൾ ആണ് തെളിഞ്ഞു വരുന്നത്. അങ്ങനെ പ്രതീക്ഷയുടെ ഒരു കാലമാണ്, പ്രതീക്ഷയുടെ ഒരു ക്രിസ്മസ് ആണ് വരുന്നത്. നിരാശപ്പെടേണ്ടതില്ല എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തില് നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ
ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം, ഞാൻ കണ്ട ഏറ്റവും വലിയ സംഭവം 9/11 ആയിരുന്നു, വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീണത്. അതല്ലാതെ വേറൊരു സംഭവം, അതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ടാവുമെന്ന് വിചാരിച്ചതേ അല്ല. നേരെ മറിച്ച് ഇപ്പോഴെന്താ നടക്കുന്നത്? ഈ പാൻഡമിക് വന്നു, അതിനേക്കാൾ എത്രയോ വലിയ സംഭവം. ഈ വേൾഡ് ട്രേഡ് സെന്ററിൽ അവിടെ 3000 പേരാണ് മരിച്ചു വീണതെങ്കിൽ ഇന്നിപ്പോൾ ഈ പാൻഡമിക് മൂലം 3,15,000 3,20,000 പേരോളമാണ് ഇതിനകം മരിച്ചിരിക്കുന്നത്. ഇനി എത്ര ലക്ഷം മരിക്കാനിരിക്കുന്നു? അപ്പൊ ആ ദുരന്തകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് സന്തോഷമുള്ളവരായിരിക്കാം, നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം, പുതിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അത് ആയിരിക്കട്ടെ നമ്മുടെ ഈ ദിനങ്ങളിൽ നമ്മളെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തായാലും അഭയ കേസിൽ വിധി എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ആയില്ലേലും നമുക്കൊന്നും വരാനില്ല. കാരണം ഇനി എന്താ പറയാ, സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെ സഭാവിശ്വാസികളെ സംബന്ധിച്ചോളം ഇതിൽ കൂടുതലൊന്നും വരാനൊന്നുമില്ല. വരാനുള്ളതെല്ലാം നേരത്തെ വന്നു കഴിഞ്ഞതാണ്. പരമാവധി നാറ്റക്കേസായിരുന്നു. പരമാവധി സഭയും വിശ്വാസികളും പിന്നെ എല്ലാവരും നാറിക്കഴിഞ്ഞതാണ്. ഇനിയിപ്പം എന്ത് വേണേലും വരട്ടെ, അവരെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് പക്ഷെ അതേസമയം തന്നെ അവർ പുരോഹിതനോ അല്ലെ കന്യാസ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വേറൊരു നീതി എന്നുള്ളത് വരരുത്. നീതി എല്ലാവർക്കും തുല്യനീതി, അവർക്കും തുല്യനീതി കിട്ടട്ടെ, അർഹമായ നീതി കിട്ടട്ടെ. കന്യാസ്ത്രീ ആയതുകൊണ്ടോ പുരോഹിതനായതുകൊണ്ടോ പിന്നെ നീതി കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നീതി കിട്ടുന്ന ഒരു അവസ്ഥയോ വരാതിരിക്കട്ടെ. എന്തുകൊണ്ടും നല്ലൊരു തീരുമാനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അത് നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ തെരീടയിൽ നമ്മൾ ചിന്തിക്കുന്നത്. നാളെ തീർച്ചയായിട്ടും അഭയ കേസിന്റെ ഒരു ഫോളോ അപ്പ് ഉറപ്പായിട്ടും ഉണ്ട്. അത് പക്ഷേ നമ്മൾ പറയേണ്ട കാര്യമില്ല. ലോകത്തുള്ള സർവ്വ മീഡിയയും അത് കവർ ചെയ്യുന്നതാവും. എങ്കിലും നമുക്കും അത് ചിന്തിക്കാം. നാളെ മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും സന്ധിക്കാം. ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ editor@eMalayali.com. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. മോളു, Bake Mill, sweet moments of life. Life insurance with long-term care, disability income, business overhead expense disability insurance, 10-pay life insurance, estate planning, Advantage Index Universal Life S&P 500, life income annuities, Hedge Brokerage, New York. Phone 516-433-4310. hedgebrokerage@gmail.com. എന്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. ഹസ്ബൻഡിന് പ്രിയം നല്ല നാടൻ പുട്ടിനോടാണ്. പിന്നെ മോള് ഇടിയപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, നല്ല നൂല് പോലെ ആകണമെന്ന് മാത്രം. മോന് ദോശയാണ് ഇഷ്ടം, അതും ക്രിസ്പി ആയത്. എനിക്കാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി വേണം. ലാലേട്ടൻ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എനിക്കും എന്റെ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്. ഹെൽത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. കേരാമിൽ, ഈറ്റ് ഗുഡ്, ഫീൽ ഗുഡ്. Are you looking for real estate in the Los Angeles and surrounding cities? The best and most efficient realtor. Please call Tensi Francis at 818-626-6608. Committed to helping people buy and sell homes for over 18 years. For details, call Tensi Francis at 818-626-6608. The most trusted name in real estate. രാവിലെ തുടങ്ങിയതാ,
രണ്ടാളും കൂടെ യൂട്യൂബ് നോക്കിയുള്ള കേക്ക് ബേക്കിംഗ്. ക്ലൈമാക്സ് എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. ചേച്ചി ഏകദേശം തീരുമാനമായെന്നാ തോന്നുന്നത്. ഇപ്രാവശ്യം ഇതെനിക്ക് നേരത്തെ അറിയാലോ. ബേക്ക് മില്ലിന്റെ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്. ഇതുള്ളപ്പോ എന്ത് ഹോം ബേക്കിംഗ്? പിന്നല്ല, ഇതുവരെ എന്റെ ഫേവറേറ്റ് ആയിരുന്നു, ഇപ്പൊ എല്ലാവരുടെയും. ബേക്ക് മിൽ കേക്ക്സ്.